കൂടവളെ കൂട്ടത്ത് അടുത്തൊരു കുട്ടിയുണ്ട്. കുട്ടിക്ക് തീറ്റ കൊടുക്കാനാ കാക്ക പട്ടിച്ചോ. ഇതാണ് ദൊരയും പഞ്ചമിയും. 6 മക്കളാണിവർക്ക്. 5 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. ഇവരെ കൊണ്ട് തെരുവിൽ കഴിയുകയാണ് ഈ കുടുംബം. തലചായ്ക്കാൻ സുരക്ഷിതമായി ഒരു വീട് വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. ചാവക്കാട് സ്വദേശിയായ ദൊരയും ഒറ്റപ്പാലത്തെ പഞ്ചമിയും ഉപജീവനത്തിനായി പയ്യന്നൂരിലെത്തിയിട്ട് 8 വർഷമായി. ആക്രി ശേഖരിക്കലാണ് ഇവരുടെ ജീവിതമാർഗം. സ്വന്തമായി വീടില്ലാത്തതിനാൽ കടത്തിണ്ണകളിലും പാതയോരങ്ങളിലുമാണ് കുടുംബത്തോടൊപ്പം അന്തിയുറങ്ങുന്നത്. ഈ ദമ്പതികൾക്ക് 5 മക്കളുണ്ട്. അനിയത്തിയുടെ മരണത്തെ തുടർന്ന് അവരുടെ മകളെയും ഏറ്റെടുത്തതോടെ 6 കുട്ടികളുടെ ഉത്തരവാദിത്വമാണ് ഇവർ ഇന്ന് വഹിക്കുന്നത്. തെരുവിലെ കഷ്ടപ്പാടുകൾക്കിടയിലും മക്കൾക്കൊപ്പം സമാധാനമായി ജീവിച്ചു പോവുകയായിരുന്നു. എന്നാൽ ഒരു രാത്രിയിലുണ്ടായ സംഭവം ഇവരുടെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടാക്കി. അച്ഛനമ്മമാരുടെ അരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന 6 വയസ്സുകാരിയായ മകളെ ഒരു നരാധമൻ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് എന്റെ മകൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. പഞ്ചമി ഇന്നും ഭയത്തോടെ ഓർക്കുന്നു. രാത്രി 1 മണി ഉണ്ടാവും. അന്നേരം ഞാൻ ഉറങ്ങിയിട്ടില്ല. ചെറിയ കൊച്ചുള്ളപ്പോൾ പാല് കൊടുക്കണം, അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അന്നേരം വന്നിട്ട് ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എണിച്ചിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് മുറുക്കാനൊക്കെ ഇട്ടിട്ട് വീണ്ടും കിടന്ന് തിരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ സൈഡ് തിരിച്ച് കിടന്നപ്പോഴാണ് കുറച്ച് കണ്ണടച്ച് പോയി. അടിച്ച നേരത്തെയാണ് എൻ്റെ കൊച്ചിനെ എടുത്തിട്ട് അവന് റോഡ് കയറിയിട്ടില്ല. അവിടെ ഒരു ചെറിയ തോടുണ്ട്. അവിടെ തന്നെ പെട്ടെന്ന് എൻ്റെ മോള് ഒച്ച വെക്കും. ഞാൻ എണിക്കുമ്പോൾ എൻ്റെ മോളെ താഴ്ത്തിട്ട് അവന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പെട്ടെന്ന് അവന് പോയിട്ട് ബൈക്ക് ബുള്ളറ്റ് എടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് പിന്നെ പുറകിൽ തന്നെ ഓടിയിട്ട് പെട്ടെന്ന് വണ്ടീൻ്റെ ചാവി എടുത്തിട്ട് കേസൊക്കെ കൊടുത്തു. പോലീസുകാരൊക്കെ വന്ന പിന്നെ അവന് വന്നിട്ട് എവിടെയോ പോയി പിടിച്ചിട്ട് വന്നവനെ. എന്നിട്ട് അവർ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങളടുത്ത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇവനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന് കേസാക്കി ജയിലിലൊക്കെ ആക്കി. പിന്നെ അപ്പം കൊണ്ട് വിട്ടതാണ് എൻ്റെ മക്കളെ ഹോസ്റ്റലിൽ. ഞങ്ങൾ ആദ്യം വന്നിട്ട് ഈ വട്ടക്കുളം സാക്ഷി സാറുള്ളപ്പോഴാണ് എൻ്റെ മോളെ പൊക്കിയത്. അപ്പോൾ ആ സാറുള്ളപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് വീടാക്കിയോ എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കളക്ടറിൽ നിന്ന് ഓർഡർ വന്നു. കളക്ടറിൻ്റെ അടുത്ത് ഓർഡർ കിട്ടിയത് എനിക്ക് എൻ്റെ മോൾക്ക് ഇങ്ങനെ 5 സെൻറ്റ് സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇതെനിക്ക് അറിയില്ലല്ലോ ചേച്ചി, ഞാനിത് കൊണ്ടുപോയിട്ട് റേഷൻ കാർഡ് ചെയ്തു എല്ലാ ആനുകൂല്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം വീണ്ടും ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറയുക അയ്യോ അത് എവിടെയോ പോയി എന്ന് പറഞ്ഞു. കയറി തലിപ്പറമ്പ് ഇവിടുന്ന് പോകും, പണിക്ക് കൂടി പോകണം. 3 ദിവസം 4 ദിവസം അടുപ്പിച്ച് പോകും. തന്നില്ല. ഞാൻ ഇവന് ഗർഭിണിയാവുള്ളപ്പോഴേ അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ വെക്കും. അപ്പോൾ ഒന്നും മഴയല്ലല്ലോ, ഇത് ദിണ്ണയിലാണ് കടന്ന് ഉറങ്ങുന്നത് ഞങ്ങൾ. സംഭവത്തിന് ശേഷം ദൊരൈ പഞ്ചമി ദമ്പതികൾക്ക് മനസമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങാനായിട്ടില്ല. ഒരു തെരുവും മക്കൾക്ക് സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവാണ് ഇവരെ വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. മൂത്ത 2 പെൺമക്കളെ തലശ്ശേരിയിലും അതിന് താഴെയുള്ള 2 പെൺമക്കളെ പുഞ്ചക്കാട്ടുമുള്ള കോൺവെന്റുകളിലും താമസിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. മക്കളെ വിട്ടുനിൽക്കുന്നത് വലിയ വേദനയാണ്. പക്ഷേ അവരുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൊരൈ പറയുന്നു. ഒരു കൊല്ലങ്ങളായിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. എന്തോ ജോലിയൊന്നുമില്ല. ഇതൊക്കെ പറക്കുന്നത് 300-400 രൂപ കിട്ടും ആക്രി കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ. അത് വെച്ചുകൊണ്ടാണ് ഈ പിള്ളേർ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. കിടക്കാനും സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് കൊച്ചു പിള്ളേരെ വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റാതെ പേടിച്ചിട്ടാണ് കിടക്കുന്നത്. വീടും സ്ഥലമില്ലാതെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആണ് നോക്കുന്നത്. അതിൻ്റെ കാരണമാണ് സംസാരിക്കുന്നത്. വലിയ പിള്ളേരായിപ്പോയി മക്കൾ മൊത്തം. അവർ മൊത്തം നോക്കിയിട്ട് ഇവിടുത്തെ കിടത്താൻ പറ്റാതെ പേടിച്ചുകൊണ്ട് ആണ് പിള്ളേരെ ഫുള്ളും കൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട് ചേർത്ത് വിട്ടു. അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ പേടിച്ചിട്ട് വിളിച്ചുകൊണ്ട് വരാൻ, ലീവിലൊക്കെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ്, പേടിച്ചുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വരാൻ പറ്റാതെ അവിടെ വന്ന് നിർത്തിയിരിക്കുന്നുണ്ട്. ഞങ്ങളടുത്ത് മുഖം കൊടുത്തു കൂടി അവർ സംസാരിക്കത്തില്ല. നമ്മൾ പോയില്ല. ഇപ്പോൾ ഉള്ള സാറുണ്ടല്ലോ, ആ സാറ് കുഴപ്പമില്ല. ശശി ആ ദൈവം പറഞ്ഞു ഞങ്ങൾക്കൊരു വീട് അവർ വാടകയ്ക്ക് എടുത്തുതരാമെന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾക്ക് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു.
അവർ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ആദ്യത്തേക്ക് അവരൊരു ബുക്ക് കൊടുത്തു. നല്ലോണം പഠിക്കണം, പിള്ളേരൊക്കെ നല്ല പഠിപ്പിക്കുക, നിങ്ങൾ റോഡ് സൈഡിൽ കിടക്കുന്ന പോലെ പിള്ളേരെ പഠിപ്പിച്ചിരിക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു സെൻറ്റ് സ്ഥലം തന്നാലും മതി സാറേ, ഞങ്ങൾ എഴുതി കൊടുത്ത് കൊല്ലങ്ങളായി സാറേ എന്ന്. അവർ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്തു തരാം, പെട്ടെന്ന് എത്ര പെട്ടെന്നാകുന്നോ അത്ര പെട്ടെന്ന് ഞാൻ ചെയ്തു തരാം, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. 5 വയസ്സുള്ള അശ്വിനും 3 വയസ്സുള്ള വാണിയും മാത്രമാണ് ഇപ്പോൾ അച്ഛനമ്മമാർക്കൊപ്പം കഴിയുന്നത്. ഇരുവരും സമീപത്തെ അങ്കണവാടിയിലാണ് പഠിക്കുന്നത്. രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടും സ്വന്തമായി ഒരു സുരക്ഷിതമായ കൂര കണ്ടെത്താൻ ഇതുവരെ ഇവർക്കായിട്ടില്ല. പേടി കൂടാതെ മക്കളെ ചേർത്തുപിടിച്ച് ഒരു രാത്രി ഉറങ്ങാൻ കഴിയുന്ന ഒരു കൊച്ചു വീട്, അതാണ് ഇന്ന് ഈ ചെറിയ വലിയ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. സാക്ഷാത്കരിക്കാൻ മുട്ടാത്ത വാതിലുകളില്ല. പ്രതീക്ഷ ഒട്ടും കൈവിടാതെ അവർ ഇന്നും കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും പോലെ ഭൂമിയുടെ അവകാശികളാണ് ഇവരും. കരുണ പറ്റാത്ത സുമനസ്സുകളിൽ നിന്ന് തലചായ്ക്കാൻ ഒരിടം ഇവർ പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.